നമസ്കാരം. തസ്കര ഭീതിയിൽ തിരുവല്ലയിലെ നെടുമ്പ്രം നിവാസികൾ. ഞായറാഴ്ച പുലർച്ചെ നെടുമ്പ്രം അന്തിച്ചന്തയ്ക്ക് സമീപത്തെ 2 വീടുകളുടെ മുൻവാതിൽ കുത്തി തുറന്ന് മോഷണം. അടച്ചിട്ട വീട്ടിലും ആൾതാമസമുള്ള വീട്ടിലുമാണ് മോഷണം നടന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 10ാമത്തെ മോഷണമാണ് ഈ പ്രദേശത്ത് ഉണ്ടായത്. നെടുമ്പ്രം മുക്കാട്ട് സഫിയ നൌഷാദ് ആറ്റുമാലിൽ വീട്ടിൽ അന്തരിച്ച ന്യൂറോ സർജനായ ഡോക്ടർ സജീവ് തോമസ് എന്നിവരുടെ വീടുകളാണ് കുത്തി തുറന്നത്. സഫിയ നൌഷാദിന്റെ വീട്ടിൽ നിന്നും വില പിടിച്ചതൊന്നും തന്നെ നഷ്ടമായിട്ടില്ല. സജീവ് തോമസിന്റെ മക്കൾ എത്തിയാൽ മാത്രമേ എന്തൊക്കെ നഷ്ടമായി എന്നത് വ്യക്തമാകും. പുലർച്ചെ 2:30യോടെയാണ് സഫിയ നൌഷാദിന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അകത്തു കടന്നത്. 1ാം നിലയിലെ അകത്തുനിന്നും പൂട്ടിയ മുറിയിൽ ഉറങ്ങുകയായിരുന്ന സഫിയ താഴെയുള്ള നിലയിലെ മുറിയുടെ അലമാര തുറക്കുന്ന ശബ്ദം കേട്ട് ഉണർന്നു. അല്പസമയത്തിനകം സഫിയ ഉറങ്ങിയിരുന്ന മുറിയുടെ കതക് പുറത്തുനിന്ന് തുറക്കാൻ മോഷ്ടാവ് ശ്രമിച്ചു. അകത്തുനിന്നും ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും സഫിയ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പിന്നാലെ സമീപത്ത് താമസിക്കുന്ന മകളെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. മകളും ഭർത്താവും എത്തുമ്പോഴേക്ക് മോഷ്ടാവ് കടന്നുകളഞ്ഞു. സജീവ് തോമസിന്റെ വീടിന്റെ മുൻപിലെ CCTVയിൽ നിന്നും 3 മണിയോടെ കമ്പിപ്പാരയും വെട്ടുകത്തിയുമായി നടന്നു പോകുന്ന മോഷ്ടാവിന്റെ ദൃശ്യം ലഭ്യമായിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് പുളിക്കീഴ് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഉച്ചയോടെ വിരലടയാള വിദഗ്ധർ എത്തുമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനിടെ നടന്ന 10 മോഷണങ്ങളിൽ ഒരു പ്രതിയെ പോലും പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല എന്ന ആരോപണം നാട്ടുകാർക്കിടയിൽ ശക്തമാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ വീടാണിത്. പുള്ളി ശ്രീകാല് ന്യൂറോയുടെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് മരിച്ചത്. മരിച്ചു കഴിഞ്ഞ് മക്കളും എല്ലാവരും വന്ന് അടക്കമെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് 5 ദിവസമേ ആയുള്ളൂ. ഈ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ താക്കോലുമില്ല എന്നെ ഏൽപ്പിച്ചു വെച്ചാൽ പോയിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങളുടെ ഒരു ഉപ്പാപ്പൻ്റെ മോൻ തന്നെ ഇതിലൂടെ പാല് കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് കഥ കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഓടി വീട്ടിൽ വന്നു. ഞാൻ ഉടനെ തന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കഥ കമ്പിപ്പാരയ്ക്ക് തുറന്ന് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ അകത്ത് വേറെ വശത്തൂടെ കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അലമാരകളെല്ലാം നേരത്തെ പറഞ്ഞായിരുന്നു പൂട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പൂട്ടിയില്ല. അതുകൊണ്ട് അലമാര കുത്തി തുറന്നിട്ടില്ല. എല്ലാം തുറന്ന് അതിൻ്റെ അകത്തെ സാരികളും ഫയലുകളും എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. എൻ്റെ പേര് റിൻസൺ തോമസ്. ഞാൻ നെടുമ്പ്രം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. നമ്മുടെ നെടുമ്പ്രം പഞ്ചായത്ത് 1, 2, 3 വാർഡുകളിൽ ഈ ഒരു 3 മാസത്തിനിടയിൽ ഒരു 10ഓളം മോഷണങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ 2 മോഷണമാണ് നടന്നത്. ഇന്നലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചിയെ വാതിൽ പൊളിച്ച് കള്ളനാം ചേച്ചി കിടക്കുന്ന റൂമിൽ വരെ എത്തി. ഇവിടെ നെടുമ്പ്രത്ത് ജനങ്ങൾ ആകെ ഭീതിയിലാണ്. ഇതിനെ പോലീസ് ഊർജ്ജം അന്വേഷിക്കുന്നുണ്ടെങ്കിലും പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാത്രി 2:20 ആയപ്പോൾ ഞാൻ ഉണർന്നപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയത് കൊണ്ടാണ് 2:20 ടൈം അറിയാവുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഉണർന്ന് കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കാണും. ഒരു സൗണ്ട് താഴെ കേട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സൗണ്ട്. അപ്പം ഞാൻ ഓർത്ത് അപ്പുറത്തോ എന്തെങ്കിലും അനങ്ങുന്നതായിരിക്കുമെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഈ അലമാരിയുടെ ഡോറ് തുറക്കുന്ന ആ ഒരു സൗണ്ട് എനിക്കറിയാം. ഈ സൗണ്ട് കേട്ടതും ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ റൂമിലെ ലൈറ്റ് വിട്ട് അവരെ ഞാൻ ബെഡിൽ കിടക്കുക. എൻ്റെ മോളെ വിളിച്ച് ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു, മോളെ ഈ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ട്, ഒന്ന് ഓടി വാ. ഷിജുവിനോട് ഹസ്ബൻഡിനോടും പറഞ്ഞു ഓടി ഇപ്പം തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഷിക്കാട് പറയട്ടെ, അവിടെ ഹസ്ബൻഡിനോട് പറയട്ടെ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഉടനെ ഹസ്ബൻഡ് എന്നോട് മേടിച്ചു പറഞ്ഞു, മുറി യാതൊരു കാരണവശാലും മുറിയിൽ നിന്ന് പുറത്തിറങ്ങല്, അകത്ത് തന്നെ ഇരുന്നോണം, ഞാൻ ഒറ്റയ്ക്കായി വീട്ടിൽ, അപ്പോൾ അകത്ത് തന്നെ നിന്നോണം, ഞങ്ങളിപ്പം തന്നെ എത്താവുന്നു. അപ്പോൾ എളുപ്പം ഹസ്ബൻഡ് പോലീസ് സ്റ്റേഷനിലും വിളിച്ചറിയിച്ച് നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലും വിളിച്ച് പറഞ്ഞ് ആ മോനെയും വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ അവിടെ നിൽക്കുമ്പം ആണ് എൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ ലോക്ക് ഇങ്ങനെ താഴ്ന്ന്, പുറത്ത് നിന്ന് തുറക്കുമ്പം അകത്ത് വശം ഡോർ ലോക്ക് താഴുമല്ലോ, ഇങ്ങനെ താഴ്ന്നു. അപ്പം ഞാൻ ഷൗട്ട് ചെയ്ത്, എന്നെക്കൊണ്ട് പറ്റാവുന്ന ഷൗട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. എടാന്ന് പറഞ്ഞു, നീ പോലീസിൽ അറിയിച്ചിട്ടുണ്ടെടാ, ഞാൻ ഇപ്പം വരുവാടാ പോലീസ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഡോറ് മേളിലോട്ട് ലോക്ക് വിട്ടുപോയി. പിന്നെ ഒരനക്കവും കേട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞാൽ അരമണിക്കൂറിനകം ഇവരെല്ലാം എത്തി. പോലീസും സന്തോഷ് സാറും വേറെ അബിയും ഇവിടെ ഹസ്ബൻഡ് ഷിജുവും ഇവിടെ വന്നു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഞാനപ്പം ജനൽ തുറന്ന് എല്ലായിടവും ഇരുട്ടായിരുന്നു, ഞാൻ ടോർച്ച് അടിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ നോക്കട്ടെ, എല്ലാം നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി, അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നു. എന്നിട്ട് അവർ നോക്കിയപ്പോഴാണ് ഈ ഫ്രണ്ടിലെ ഡോറ് ലോക്ക്
വിടിയിച്ചിട്ടിരിക്കുന്നത്. അവർ കയറി. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അകത്ത് വല്ല ലൈറ്റ് ഉണ്ടായിരുന്നോ നിങ്ങൾ കയറുമ്പോൾ? ഒന്നുമില്ല, ഒരു ലൈറ്റും ഓണാക്കാതെ ഈ മേള് വരെയും കയറി വന്നത്.